നമസ്തേ. സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിൽ 1ാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് പാഠപുസ്തകത്തിലെ 8ാമത്തെ പാഠമാണ്. അഷ്ടമഃ പാഠഃ ഏതാൻ ശൃണ്വവാമ. ഇതൊന്ന് കേൾക്കൂ, അല്ലെങ്കിൽ ഇതൊന്ന് കേട്ടാലും കേൾക്കണേ. ചിത്രേ കിം കിം പശ്യതി. ചിത്രേ ചിത്രത്തിൽ, കിം കിം എന്തെല്ലാം, പശ്യതി കാണുന്നു. പുതിയ വാക്കാൻ തോന്നുന്നുണ്ടല്ലേ. കിം എന്ത്, പശ്യതി കാണുന്നു. ചിത്രേ കിം പശ്യതി, ചിത്രത്തിൽ എന്താണ് കാണുന്നത്, എന്തെല്ലാം കാണുന്നുണ്ട്. എനിക്ക് അങ്ങനെ പേര് ഇപ്പോൾ പെട്ടെന്ന് കിട്ടുന്നില്ല, നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. എന്താണ്? വൃക്ഷ. ഇവിടെ 2 വൃക്ഷമുണ്ട് അല്ലേ. വൃക്ഷവും പിന്നെ ഇതെന്താണ്, എന്താ പറഞ്ഞു? ഹരിണഹ. അതെ, ഹരിണഹ. പിന്നെ ഗജഹ. ഗജസ്യ ശിശു. ഗജഹ ശിശുച്ച. ഒരു ആനയും ഒരു കുട്ടിയും, ആനക്കുട്ടിയും. മൃഗശാലയിൽ പല തരം മൃഗങ്ങളെ കണ്ടു, പേരൊക്കെ പഠിച്ചു അല്ലേ. ഇനി പക്ഷി മൃഗാദികളുടെ ഒരു സംഭാഷണം നമുക്കൊന്ന് കേൾക്കൂ അല്ലെങ്കിൽ കേൾക്കാം. ഏതാൻ ശൃണ്വവാമ. ഇതൊന്ന് കേൾക്കൂ, ഇവയെല്ലാം കേൾക്കൂ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കേൾക്കൂ. കുഞ്ഞുങ്ങളാണെങ്കിലും ഈ കാര്യമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം എന്ന് പറയാണ് കേട്ടോ. ഏതാൻ ശൃണ്വവാമ, ഇതെല്ലാം ഒന്ന് കേൾക്കൂ ഞാൻ പറയുന്നത്. മൃഗരാജ സഭാം പ്രവിശതി. അമ്മവ, വലിയ ആളായിട്ട് മൃഗരാജാവ് ഇരിക്കുന്നുണ്ട്. ആരാണ് മൃഗരാജാവ്? അറിയാം, ആരാണ്? സിംഹം. മൃഗരാജ സഭാം പ്രവിശതി. മൃഗരാജാവ് അതാ സഭയിലേക്ക് പ്രവേശിക്കുന്നു. സർവേ, അവിടെ അപ്പോൾ ധാരാളം മൃഗങ്ങളുണ്ട്. ഗജഹ, ശൃഗാലഹ, ശശകഹ, ഹരിണഹ, അങ്ങനെ പല മൃഗങ്ങളും ഉണ്ട്. എല്ലാവരും മിലിത്വാ, ഒന്നിച്ച് ചേർന്നിട്ട് സുപ്രഭാതം മഹാരാജ. മഹാരാജാവിനെ കണ്ടപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷം. അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന മൃഗരാജാവാണ്. അപ്പോൾ വളരെയധികം സന്തോഷം. മിലിത്വാ, എല്ലാവരും ഒന്നിച്ച് ചേർന്നിട്ട് പറയാണ്, സുപ്രഭാതം മഹാരാജ. അല്ലയോ മഹാരാജാവേ, സുപ്രഭാതം, അങ്ങേക്ക് സുപ്രഭാതം. ഒരു നല്ല പ്രഭാതത്തെ ആശംസിക്കുകയാണ്. സിംഹ അങ്ങോട്ടും തിരിച്ചും പറയുന്നു, സുപ്രഭാതം, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സുപ്രഭാതം. സുപ്രഭാതം. ചിലർ നമ്മൾ പറയും ഗുഡ് മോർണിംഗ് എന്ന് പറയും. അതാണ് സുപ്രഭാതം. മലയാളത്തിലും പറയാം, സംസ്കൃതത്തിലും പറയാം. ജംബുക കിം പ്രചലതി. ജംബുക, എന്താണ് ഇവിടെയൊക്കെ നടക്കുന്നത്? ജംബുകഹ വദന്തു ഭവന്തഃ. എന്തെല്ലാമാണ് വിശേഷങ്ങൾ? കാട്ടിൽ എന്തൊക്കെയാണ് വിശേഷം? എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നത്? കിം പ്രചലിതം എന്ന് ആരോടാ ചോദിക്കുന്നത്? ജംബുകനോട്. ശൃഗാലഹ, കുറുക്കനോടാണ് ചോദിക്കുന്നത്. അപ്പോൾ ജംബുകൻ മറുപടി പറയാണ്, വദന്തു ഭവന്തഃ, എല്ലാവരും പറയൂ, നിങ്ങൾക്കെല്ലാവർക്കും പറയാനുള്ളതെല്ലാം പറയൂ, എല്ലാവരുടെ കാര്യം അവിടെ ഇപ്പോൾ ശരിയാവും. വദന്തു ഭവന്തഃ, എല്ലാവരും പറയൂ. ചാതകം, വേഴാമ്പല്, നമ്മുടെ ഔദ്യോഗിക കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ് ചാതക, വേഴാമ്പല്. പറയണ്, മമ നീടം നഷ്ടം, മമ നീടം നഷ്ടം, എൻ്റെ നീടം കൂട്,
ഞാനൊരു കൂട്ടിലായിരുന്നു വസിച്ചിരുന്നത്, അത് നഷ്ടമായി, അതിപ്പോൾ ഇല്ല. മമ നീടം നഷ്ടം, എൻ്റെ വീട് ഇപ്പോൾ നശിച്ചുപോയി, ഇല്ലാതായി. ഒരു തവണ കൂടി അവരുടെ ഈ സംഭാഷണം നമുക്ക് കേൾക്കാം. ഏതാൻ ശൃണവാമ, ഇതെല്ലാം ഒന്ന് കേൾക്കൂ. മൃഗരാജ സഭാം പ്രവിശതി, മൃഗരാജാവ് സഭയിലേക്ക് പ്രവേശിക്കുന്നു. വായിക്കണേ, കേട്ട് പറഞ്ഞാൽ മതി. സർവേ മിലിത്വ, എല്ലാവരും ഒന്നിച്ച് ചേർന്നിട്ട് പറയാണ്, സുപ്രഭാതം മഹാരാജ, അല്ലയോ മഹാരാജാവേ, അങ്ങേക്ക് സുപ്രഭാതം. സിംഹം തിരിച്ച് നല്ല സന്തോഷമുണ്ട്. സുപ്രഭാതം, എല്ലാവർക്കും സുപ്രഭാതം. ജംബുക വിളിക്കുകയാണ്, വിസർഗമില്ല അവിടെ. ജംബുക, അല്ലയോ ജംബുക, കിം പ്രചലതി, എന്താണ് ഇവിടെ നടക്കുന്നത്? ജംബുക വദന്തു ഭവന്തഹ, എല്ലാവരും പറയൂ, ഭവാന്മാരെല്ലാവരും പറയൂ, കാര്യങ്ങളെല്ലാം പറയൂ. ചാതക, അപ്പോൾ ചാതകം, വേഴാമ്പൽ, നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയായിട്ടുള്ള വേഴാമ്പൽ പറയാണ്, ചാതക പറയാണ്, മമ നീടം നഷ്ടം, എൻ്റെ കൂട് നഷ്ടപ്പെട്ടു. കഷ്ടം തന്നെ അല്ലേ, കഷ്ടം തന്നെ. നീ നോക്ക്, ഗജ എന്താ പറയുന്നത്? പാനായ ജലം നാസ്തി, പാനായ ജലം നാസ്തി, പാനായ കുടിക്കുവാൻ വേണ്ടി, ജലം നാസ്തി, ഇപ്പോൾ വെള്ളമില്ലാതായിട്ടുണ്ട്. പാനായ ജലം നാസ്തി, അസ്ഥി എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ്, നാസ്തി ഇല്ല. പാനായ ജലം നാസ്തി, കുടിക്കാൻ വെള്ളമില്ല. രാസഭ, കഴുത എന്താ പറയണത്? തൃണം നാസ്തി, തിന്നാൻ പുല്ലില്ല. തൃണം പുല്ല്, നാസ്തി ഇല്ല. ഭല്ലൂക, കരടി എന്താ പറയണത്? ഗുഹാനാസ്തി, ഒന്ന് കയറിക്കിടക്കാൻ ഒരു ഗുഹയും ഇല്ല. സിംഹ, കാരണം കിം, എന്താ കാരണം? എന്താണ് ഇതെല്ലാം നഷ്ടപ്പെടാൻ കാരണം? അപ്പോൾ ഉലൂകം മൂങ്ങ പറയാണ്, ആ പക്ഷി ആ വൃക്ഷത്തിൻ്റെ മാളത്തിൽ ഇരുന്നിട്ട് പറയണം, വനനാശ, വനം നശിച്ചു പോയില്ലേ, അല്ലെങ്കിൽ വനം നശിക്കുന്നത് കൊണ്ട് ഇതെല്ലാം ക്രമേണ ഇല്ലാതാവാണ്. ഒരു തവണ കൂടി, ഗജഹ എന്താ പറയണത്? പാനായ ജലം നാസ്തി, കുടിക്കാൻ വെള്ളം ഇല്ല. രാസഭ, കഴുത പറയുന്നു, തൃണം നാസ്തി, ഭക്ഷണായ തൃണം നാസ്തി, തിന്നാൻ പുല്ലില്ല. ഭല്ലൂക, ഗുഹാനാസ്തി, വസിക്കുന്നതിന് വേണ്ടി, വാസായ ഗുഹാനാസ്തി, ഒന്ന് കിടക്കാൻ വേണ്ടി ഗുഹയുമില്ല. സിംഹ, കാരണം കിം, എന്താണ് കാരണം? ഉലുക, വനനാശ, ഇവിടെ വനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, വനനാശമാണ് കാരണം. ഇവിടെ ചിത്രത്തിൽ ആരൊക്കെയുള്ളത്? എല്ലാവരും ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞവർ, പറയാത്തവരും ഉണ്ടല്ലേ. ഇവിടെ ഞാൻ ഇടത്തേ അറ്റത്തുനിന്ന് ഇങ്ങനെ പറയട്ടെ. രാസഭ, കഴുത. ഹരിണഹ, മാൻ. ഭല്ലൂക, കരടി. ഗജഹ, ആന. മയൂരഹ, മയിൽ. ശശക, മുയൽ. ചിക്രോഡഹ, അണ്ണാൻ. ചിക്രോഡഹ. അപ്പോൾ ഒന്നും കൂടെ പറയാം, അവിടെ ഉള്ള മൃഗങ്ങളുടെയൊക്കെ പേര് പറയട്ടെ, ജന്തുക്കളുടെയൊക്കെ പേര് പറയട്ടെ. രാസഭ, കഴുത. ഹരിണഹ, മാൻ. ഭല്ലൂക, കരടി. ഗജഹ, ആന. മയൂരഹ, മയിൽ. ശശക, മുയൽ. ചിക്രോഡഹ, അണ്ണാൻ. ഇവരെല്ലാവരും ഉണ്ട് അവിടെ. ഇനി 2 പക്ഷികൾ അവിടെ ഉണ്ട്. ആരൊക്കെയാണത്? ശുഗഹ, പച്ച കുപ്പായം ഉടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ പച്ച തൂവൽ കുപ്പായം അണിഞ്ഞിരിക്കുന്നത് ആരാണ്? ആ ചുവന്ന ചുണ്ടും തത്ത, ശുഗഹ. മറ്റാളാരാണ്? ചാതക, വേഴാമ്പൽ. അവർ പറയാണ്, വനം അസ്മാകം ആവാസസ്ഥാനം. വനം, കാട്. അസ്മാകം, ഞങ്ങളുടെ. വനം അസ്മാകം ആവാസസ്ഥാനം, വനം ഞങ്ങളുടെ ആവാസസ്ഥാനമാണ്.
അതാരും നശിപ്പിക്കരുത്. അത് നശിച്ചാൽ ക്രമേണ എല്ലാ ജീവജാലങ്ങൾക്കും അവസാനം അല്ലെങ്കിൽ നാശം വരും. അവർക്ക് ഭക്ഷണം കിട്ടില്ല, വെള്ളം കിട്ടില്ല, വസിക്കാനൊരു കൂട് കിട്ടില്ല, അല്ലെങ്കിൽ ഗുഹ കിട്ടില്ല. അങ്ങനെ വനനാശം കൊണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും നാശം അനുഭവിക്കേണ്ടി വരും. വനം അസ്മാകം ആവാസസ്ഥാനം. അവർ പറയാണ്, വനം ഞങ്ങളുടെ ആവാസസ്ഥാനമാണ്, ഞങ്ങളുടേതാണ് വനം. പഠന പ്രവർത്തനങ്ങൾ. നിർദ്ദേശാനുസാരം ഉചിതപദാനി ബിന്ദൂൻ. ഒരുതാണൂടെ. നിർദ്ദേശാനുസാരം ഉചിതപദാനി വദതു ബിന്ദൂൻ യോജയിത്വ പൂരയിതു. ഉചിതമായ പദങ്ങൾ പറയുക. ആ പറയുന്ന വാക്ക് നമ്മൾ ബിന്ദുക്കൾ യോജിപ്പിച്ച് ഒരു വാക്കാക്കി തീർക്കണം. ബിന്ദൂൻ യോജയിത്വ പൂരയിതുച്ച. വനേ കിം അസ്തി. വനത്തിൽ എന്തുണ്ട്? വനേ കിം അസ്തി. വനത്തിൽ എന്താണുള്ളത്? അപ്പോൾ പറയാണ്, വനേ നീടം അസ്തി. കൂടുണ്ട്, വൃക്ഷങ്ങളിൽ കൂടുണ്ടാവും. വനേ നീടം അസ്തി. പിന്നെ വനത്തിൽ അവിടെ ജലങ്ങൾ തളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. വനേ ജലമസ്തി. വനത്തിൽ വെള്ളമുണ്ട്. വനേ ആമ്രം അല്ലെങ്കിൽ ഫലം അസ്തി. വനേ ഫലം അസ്തി. വനത്തിൽ ഞങ്ങൾക്ക് കഴിക്കാനുള്ള പഴങ്ങളുണ്ട്. ഒന്നും കൂടെ പൂരിപ്പിക്കേണ്ടത് എന്തെല്ലാമാണ്? നീടം, ജലം, ഫലം. ഒന്ന് കൂട്ടി വായിച്ചു നോക്കുക. വനേ കിം അസ്തി. വനത്തിൽ എന്താണുള്ളത്? വനേ നീടമസ്തി, വനേ ജലമസ്തി, വനേ ഫലം അസ്തി. ഇതെല്ലാം ഉണ്ട് വനത്തിൽ. ഒന്നും കൂടെ അർത്ഥം പറഞ്ഞു നോക്കുക. വനേ നീടമസ്തി. വനത്തിൽ കൂടുണ്ട്. വനേ ജലമസ്തി. വനത്തിൽ വെള്ളമുണ്ട്. വനേ ഫലമസ്തി. വനത്തിൽ ഫലങ്ങളുണ്ട്, പഴങ്ങളുണ്ട്. പക്ഷിമൃഗാദീന നാമാനി വദതു. പക്ഷിമൃഗാണാം ചിത്രാണി സഞ്ചിത്യ സചിത്ര പുസ്തകം യോജയിതു. നിങ്ങൾ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ധാരാളം ജീവജാലങ്ങളുടെ പേര് പറയാം. അതിൽ നിന്ന് പക്ഷികളും മൃഗങ്ങളെയും ഒന്ന് വർഗീകരിക്കുക, വേറെ വേറെ ആക്കുക. എന്നിട്ട് അവയുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ചിത്രപുസ്തകത്തിൽ ഒട്ടിക്കുക. എഴുത്തൊക്കെ പഠിച്ചതിന് ശേഷം വളരെ ഭംഗിയായിട്ട് ആ കുഞ്ഞു കൈകൾ കൊണ്ട്, കുഞ്ഞു വിരൽ കൊണ്ട് ആ വാക്ക് അവിടെ എഴുതി ചേർക്കുക. സചിത്ര പുസ്തകേ യോജയിതു. എഴുതാൻ പറഞ്ഞിട്ടില്ല, ഒട്ടിച്ചു വയ്ക്കാനേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അടുത്തത് പാഠഭാഗസ്ഥൻ ചിത്രം ദൃഷ്ട ആശയം വദതു. പാഠത്തിലെ ചിത്രം നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ആശയം പറയാൻ അറിയാം. ഉദാഹരണാനുസാരം പക്ഷിമൃഗാദീനാം മുഖാവരണം നിർമ്മാതു. ഇതേപോലെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും മുഖാവരണം, മുഖം മൂടി ഉണ്ടാക്കുക. അതണിഞ്ഞിട്ട് ഓരോരോ സംഭാഷണങ്ങൾ ചെറുത് കുട്ടികൾ ഉണ്ടാക്കുക. സാഭിനയം സംഭാഷണം കരോതോ. സാഭിനയം വളരെ അഭിനയപൂർവം സംഭാഷണം കരോതോ. അവരുടെ സംഭാഷണം എഴുതാനാണ് പറയുന്നത്. സംഭാഷണം പറയുക, എഴുതണ്ട. ഇവിടെ ആരൊക്കെയുള്ളത്? ആരാണ്? സിംഹ, മൃഗരാജ അല്ലേ? പിന്നെ ഗജഹ. ഗജാണല്ലോ പറഞ്ഞത് വെള്ളമില്ലാന്ന് അല്ലേ? പിന്നെ ശശകഹ, മുയൽ. ഇവർക്ക് ഈ സിംഹത്തിനും മുയലിനും ഒരു കഥയൊക്കെ പറയാനുണ്ട്. പണ്ടത്തെ കഥ നിങ്ങൾക്കറിയും. ആ കഥയൊന്ന് ഓർമ്മിച്ച് വെക്കണേ. അതിനോട് ചേർത്ത് പറയാനുള്ളത് ഭാരതസ്യ ഔദ്യോഗിക പശു വ്യാഘ്രഹ. ഭാരതത്തിൻ്റെ ഔദ്യോഗിക പശുവാണ് എന്ത്? വ്യാഘ്രഹ, പുലി. നേരത്തെ കേരളത്തിൻ്റെ ഔദ്യോഗിക പശു ഗജമാണെന്ന് പറഞ്ഞ ആന. ഇവിടെ ഭാരതത്തിൻ്റെ ഔദ്യോഗിക പശു എന്താണ്? വ്യാഘ്രഹ. പിന്നെ വനം സദാ രക്ഷണീയം. വനമില്ലെങ്കിൽ ഒന്നും ഈ ലോകത്തുണ്ടാവില്ല. ക്രമത്തിൽ എല്ലാത്തിനും നാശം വരും. അപ്പോൾ വനം സദാ രക്ഷണീയം. വനം ഉള്ളത് നശിപ്പിക്കാതെ വെച്ച് പിടിപ്പിച്ച് നല്ല ഹരിതമായ ഭൂപ്രദേശങ്ങളെ ഉണ്ടാക്കാനാണ് പറയുന്നത്. വനം സദാ രക്ഷണീയം. വനം ഒരിക്കലും നമ്മൾ നശിപ്പിക്കരുത്. വനം ഒരു മരം വെട്ടിയാൽ അതോടെ ആ മരത്തെ ആശ്രയിക്കുന്ന പല ജീവജാലങ്ങൾക്കും നാശം വരും.
അവയുടെയൊക്കെ കൊമ്പുകളിൽ ധാരാളം പക്ഷികൾ കൂട് കെട്ടി താമസിക്കുന്നുണ്ട്. അവർക്കൊക്കെ കൂട് നഷ്ടപ്പെടും, അവരുടെയൊക്കെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടും, അവരുടെ കുഞ്ഞുങ്ങൾ വിരിയാനുള്ള മുട്ടകൾ നഷ്ടപ്പെടും. പിന്നെ അതേപോലെ വീട് നഷ്ടപ്പെടും, അവരുടെ അച്ഛനമ്മമാരെ നഷ്ടപ്പെടും. അതേപോലെ അവയിൽ വസിക്കുന്ന എല്ലാ ജീവജാലങ്ങളും അതോടെ നഷ്ടപ്പെടും. അതിൻ്റെ വേരിൻ്റെ ഉള്ളിലേക്ക് മാളങ്ങളുണ്ടാവും, മാളത്തിനുള്ളിൽ പല ജീവജാലങ്ങളും ഉണ്ടാവും, അവയ്ക്ക് നാശം വരും. അവ നൽകുന്ന തണൽ നഷ്ടപ്പെടും. അങ്ങനെ എല്ലാം നശിക്കും. അതുകൊണ്ട് വനം സദാ രക്ഷണീയം, എപ്പോഴും വനത്തെ രക്ഷിക്കണം. അടുത്തത് ഒരു പദകോശമാണ്, ശബ്ദകോശമാണ്. നമുക്ക് നേരെ വലത്തോട്ട് വായിക്കാം. ഉലൂകഹ ദുഗ്ധി മൂങ്ങ, ഗുഹ കുഹരം ഗുഹ, ചാതകഹ പ്രിയാത്മജഹ വേഴാമ്പൽ, ജംബുകഹ ശൃഗാലഹ കുറുക്കൻ, തൃണം യവസം പുല്ല്, നീടം കുലായം കൂട്, മയൂരഹ കേകി മയിൽ, രാസഭഃ ഗർദഭഃ കഴുത, വാനരഹ കപിയാണ് പാപ്പി, കപി കുരങ്ങൻ, കപി. ഒന്നും കൂടെ. ഉലുഗഹ ദുഗ്ധി മൂങ്ങ, ഗുഹ കുഹരം ഗുഹ, ചാതകഹ പ്രിയാത്മജഹ വേഴാമ്പൽ, ജംബുകഹ ശൃഗാലഹ കുറുക്കൻ, തൃണം യവസം പുല്ല്, നീടം കുലായം കൂട്, മയൂരഹ കേകി മയിൽ, രാസഭഃ ഗർദഭഃ കഴുത, വാനരഹ കപിഹി കുരങ്ങൻ. ഇനി എന്താ പറയുന്നത്? അധഃ ദത്താനി അക്ഷരയുക്താനി പദാനി ലിഖതു. ഇവിടെ അക്ഷരങ്ങളുണ്ട്, ആ അക്ഷരങ്ങളെ കൊണ്ട് പദങ്ങൾ ഉണ്ടാക്കുക. ഇപ്പോൾ അതിൽ എന്തെല്ലാം ഉണ്ടാക്കുക? നമ്മൾ പഠിച്ചത് നരഹ ഉണ്ടാക്കുക അല്ലേ? പിന്നെ എന്തുണ്ടാക്കാം? തപഹ, നയനം. പിന്നെന്താ ഉണ്ടാക്കുക? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഇവിടെ ആ കുഞ്ഞു ആലോചനകളെ കൊണ്ട് ഈ വിട്ട ഭാഗങ്ങളൊക്കെ പൂരിപ്പിച്ച് അക്ഷരങ്ങളെ കൊണ്ട് ധാരാളം വാക്കുകളെ ഉണ്ടാക്കുക. ഇവിടെ 3 വാക്കുണ്ടാക്കിയിട്ടുണ്ട്. നരഹ, പിന്നെ തപഹ, നയനം, മനഹ എന്ന് പറയില്ലേ മനസ്സിന്, നമഹ നമസ്കാരം. പിന്നെയോ പിന്നെന്താണ്? പിന്നെ നമുക്കൊന്ന് കണ്ടുപിടിച്ചിട്ട് എല്ലാവരും നല്ല കുട്ടികളായിട്ട് എഴുതി വയ്ക്കുക. അക്ഷരമാലകൾ സ്വരങ്ങളിൽ നിന്നും വ്യഞ്ജനങ്ങളിൽ നിന്നും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട് മക്കളെ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, എന്നാലും ടീച്ചറൊന്ന് പറയട്ടെ. സ്വരാഹ, എന്തെല്ലാമാണ് സ്വരങ്ങൾ? മലയാളത്തിലും സംസ്കൃതത്തിലും ഒരേ അക്ഷരങ്ങൾ തന്നെയാണ്, ഒരേ സ്വരങ്ങൾ തന്നെയാണ്. ഏതെല്ലാമാണ്? ചില അക്ഷരങ്ങൾക്കൊരു വ്യത്യാസം ഉണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങൾ കേട്ടിട്ട് പറയണേ. ഒന്നും കൂടെ നോക്കട്ടെ, വായിക്കട്ടെ. സ്വരാഹ: അ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, ള്, ഏ, ഐ, ഓ, ഔ, അം, അ. ഒന്നുകൂടെ. അ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, ള്, ഏ, ഐ, ഓ, ഔ, അം, അ. ഏ ഐ എന്നാണ്. ഏ ഐ, ഏല്ല. ചുരുക്കി ഉച്ചരിക്കണ ഏ ഇല്ല, നീട്ടി ഉച്ചരിക്കണ ഏ ആണുള്ളത്. ഏയും ഐയും ആണുള്ളത്. അതേപോലെ ഓ ഇല്ല, ഓയും ഔവാണുള്ളത്. അത്രേ വ്യത്യാസമുള്ളൂ. ഇനി നമുക്ക് കൂടുതൽ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. കുറച്ചും കൂടെ കഴിയട്ടെ. ഒന്നും കൂടെ വായിക്കാം. എല്ലാവരും വായിക്കേ. അ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, ള്, ഏ, ഐ, ഓ, ഔ, അം, അ. അടുത്തത് വ്യഞ്ജനങ്ങൾ. അത് പറയട്ടെ. താഴോട്ടല്ല, നേരെയാണ് പറയുന്നത്.
നേരങ്ങൾക്ക് അറിയാം അതൊക്കെ, നിങ്ങളൊക്കെ പഠിച്ച് കുറേയൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ആൾക്കാരാണ്. നോക്കാം. ക ഖ ഗ ഘ ങ. ച ഛ ജ ഝ ഞ. ട ഠ ഡ ഢ ണ. ത ഥ ദ ധ ന. പ ഫ ബ ഭ മ. യ ര ല വ. ശ ഷ സ ഹ. ഒരു തവണ കൂടെ വായിക്കട്ടെ. വ്യഞ്ജനങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ. വ്യഞ്ജനാനി എന്നാണ് പറയുന്നത്. നേരത്തെ സ്വരാഹ എന്ന് പറഞ്ഞു, ഇവിടെ വ്യഞ്ജനാനി എന്നാണ് പറയുന്നത്. വ്യഞ്ജനങ്ങൾ. സാവധാനം പറയട്ടെ. ക ഖ ഗ ഘ ങ. ച ഛ ജ ഝ ഞ. ട ഠ ഡ ഢ ണ. ത ഥ ദ ധ ന. പ ഫ ബ ഭ മ. യ ര ല വ. ശ ഷ സ ഹ. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തവണ കൂടി വായിക്കട്ടെ. ഇങ്ങനെ കുറച്ചും കൂടെ സ്പീഡിൽ വായിക്കും. ഒന്നും കൂടെ നോക്ക്. ക ഖ ഗ ഘ ങ. ച ഛ ജ ഝ ഞ. ട ഠ ഡ ഢ ണ. ത ഥ ദ ധ ന. പ ഫ ബ ഭ മ. യ ര ല വ. ശ ഷ സ ഹ. അപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങൾ ശരിക്ക് ഉച്ചരിക്കാൻ പഠിക്കുക. കുറേ കാലം കുറച്ചാണ്ട് സമയം കഴിയുമ്പോൾ നമുക്ക് എന്ത് ഉണ്ടാവും? എഴുതാനും പഠിക്കും മക്കളെ. നല്ല മക്കളല്ലേ, എല്ലാം എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കുക. അപ്പോൾ സ്വരങ്ങളും വ്യഞ്ജനങ്ങളും ഇവിടെ കഴിഞ്ഞു. അക്ഷരമാല സ്വരങ്ങളും വ്യഞ്ജനങ്ങളുമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ പാഠം നമ്മൾ ആദ്യം മുതൽ ഒന്നുകൂടി ഒന്ന് കണ്ണോടിക്കാം. നല്ലൊരു പാഠമാണ്. അനേകം പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ഇവരെയൊക്കെ കണ്ടതാണ്. ഏതാൻ ശൃണവാമ. ഇവർ പറയുന്നതൊന്ന്, ഇവരുടെ ഈ സംസാരം, ഈ സംഭാഷണം ഒന്ന് നമുക്ക് കേൾക്കാം. അല്ലെങ്കിൽ കേൾക്കൂ. ശൃണവാമ കേൾക്കൂ. മൃഗരാജ സഭാം പ്രവിശതി. മൃഗരാജാവാദ ആ സഭയിലേക്ക് വരുന്നു. അത് നല്ല അഭിനയിക്കാൻ പറ്റും. ഒരാൾ മൃഗരാജാവാവുക, കുറേ മൃഗങ്ങളെയൊക്കെ കൂടെ ആക്കിയിട്ട് പേരൊക്കെ കൊടുത്തിട്ട് ഗജഹ, വ്യാഘ്രഹ, സിംഹ, അല്ല അങ്ങനെ എന്താ പറയുക, വ്യാഘ്രഹ, ശൃഗാലഹ, അങ്ങനെ കുറേ മൃഗങ്ങളെയൊക്കെ പേരൊക്കെ കൊടുക്കട്ടോ. എന്നിട്ടോ എന്ത് ചെയ്യണം? അവർ മൃഗരാജാവ് അവിടെ ഇരിക്കണം. ധാരാളം മൃഗങ്ങൾ ആശ്രയിച്ച് ജീവിക്കുന്ന കാട്ടിൽ മൃഗരാജാവിനെ ആശ്രയിച്ചിരിക്കുന്ന ധാരാളം മൃഗങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അവർ പറയണത് നമുക്കൊന്ന് കേൾക്കാം. സർവേ, എല്ലാവരും കൂടി മിലിത്വ, ഒന്നിച്ച് ചേർന്നിട്ട് പറയണം. സുപ്രഭാതം മഹാരാജ. അല്ലയോ മഹാരാജാവേ, അങ്ങേക്ക് സുപ്രഭാതം. മഹാരാജാവ് ആരാണ്? മൃഗരാജാവ് സിംഹാണ് കേട്ടോ. സിംഹ സുപ്രഭാതം. ശരി, എല്ലാവർക്കും സുപ്രഭാതം. ജംബുക കിം പ്രചലതി. അല്ലയോ കുറുക്ക, എന്തൊക്കെയാണ് നടക്കുന്നത് ഇവിടെ? ജംബുക വദന്തു ഭവന്തഃ. എല്ലാവരും ഒന്ന്, ഭവാന്മാരെല്ലാവരും ഒന്ന് പറയൂ. ചാതക മമ നീടം നഷ്ടം. എൻ്റെ കൂട് നഷ്ടപ്പെട്ടു. കഷ്ടമേവ. പിന്നെയോ എന്താ പറയുന്നത്? ഗജഹ പാനായ ജലം നാസ്തി. എനിക്ക് കുടിക്കാൻ വെള്ളമില്ല. രാസഭ കഴുത. തൃണം നാസ്തി. ഭക്ഷിക്കുവാൻ പുല്ലില്ല. ഭല്ലുക കരടി. എന്താ പറയുന്നത്? ഗുഹാനാസ്തി. എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളോടൊത്ത് ആ ഗുഹയിൽ കഴിഞ്ഞുകൂടാൻ ഗുഹയും നഷ്ടപ്പെട്ടു. സിംഹ കാരണം കിം. എന്താണ് കാരണം?
ഉലൂകഹ ഉലൂകം വലിയ ബുദ്ധിയുള്ള ആളാണ്. അയാളാണ് ഇപ്പോൾ ഇവിടെ മറുപടി പറയുന്നത്. ഉലൂകഹ വനനാശഹ, വനനാശമാണ് എല്ലാത്തിനും കാരണം. ഇവിടെ ധാരാളം മൃഗങ്ങളുണ്ട്. മൃഗങ്ങളുടെ പേര് പറയാം. രാസവഹ, ഹരിണഹ, ഭല്ലൂകഹ, ഗജഹ, മയൂരഹ, ശശകഹ, ചിക്രോടഹ അണ്ണാൻ. ഇവിടെ ഒരു ശുഗഹ അസ്തി, ചാതകഹ അസ്തി. അവർ രണ്ടുപേരും കൂടി പറയാണ് വനമസ്മാകമാവാസസ്ഥാനം, ആവാസസ്ഥാനം. വനം ഞങ്ങളുടെ ആവാസസ്ഥാനമാണ്, അത് നശിപ്പിക്കരുത്. പഠന പ്രവർത്തനങ്ങൾ. വനേക്കിം അസ്തി, വനത്തിൽ എന്തുണ്ട്? ഈ കുത്തുകൾ യോജിപ്പിച്ച് വാക്കാക്കണം. വനേ നീടമസ്തി, വനേ ജലമസ്തി, വനേ ഫലമസ്തി. നീടം എന്ന് പറഞ്ഞാൽ കൂട്, ജലം എന്ന് പറഞ്ഞാൽ വെള്ളം, ഫലം എന്ന് പറഞ്ഞാൽ പഴം. പക്ഷിമൃഗാദികളുടെ നാമങ്ങൾ, പേരുകൾ പറയുക. എന്നിട്ടോ പക്ഷിമൃഗാദീന നാമാനി വദതു. സചിത്ര പുസ്തകം യോജെയ്തു. ഇവരുടെ ചിത്രങ്ങൾ ശേഖരിച്ചിട്ട് ചിത്രപുസ്തകത്തിൽ ചേർക്കുക. കുറച്ച് കാലം കഴിഞ്ഞ് അക്ഷരങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞു വിരൽ കൊണ്ട് അവയുടെയൊക്കെ നേരെ അവയുടെ പേരും എഴുതി വയ്ക്കാം. പാഠഭാഗസ്ഥം ചിത്രം ദൃഷ്ട ആശയം അതതോ. പാഠത്തിൻ്റെ ചിത്രം, ഈ പാഠഭാഗത്തിലെ ചിത്രം നോക്കി ആശയം പറയാനാണ് പറയുന്നത്. ഉദാഹരണാനുസാരം പക്ഷിമൃഗാദീന മുഖാവരണം നിർമ്മാതു. അതിന് പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ മുഖംമൂടി ഉണ്ടാക്കാം. എന്നിട്ട് സാഭിനയം സംഭാഷണം കരോതു, വളരെ അഭിനയപൂർവ്വം സംഭാഷണം ചെയ്യുക, സംസാരിക്കുക. നേരത്തെ പറഞ്ഞില്ലേ, ഒരു മൃഗരാജാവ് പറഞ്ഞ എന്താ കുറുക്ക ഇവിടെ നടക്കുന്നത്? ആന പറഞ്ഞു കുടിക്കാൻ വെള്ളമില്ല. പിന്നെ എന്താ പിന്നെ പറഞ്ഞത്? ചാതകം പറഞ്ഞു കൂട് നഷ്ടപ്പെട്ടു. ശശകം പറഞ്ഞ് എന്താ ഇനി ശശകത്തിന് പറയാനുള്ളത്? എനിക്കും തന്നെ പുല്ലുമില്ല, മാളമില്ല, ഒന്നുമില്ല. അങ്ങനെ പലതും പറയാനുണ്ടാവും അല്ലേ? അടുത്തത് എന്താണ് പറയുന്നത്? ഇവിടെ ഭാരതത്തിൻ്റെ ഔദ്യോഗിക പശു വ്യാഘ്രമാണ്, പുലി. ഇനി ഇവിടെ ശബ്ദകോശം നമ്മൾ നേരത്തെ വായിച്ചതാണ്. ഇവിടെ ഈ കള്ളിയിലുള്ള അക്ഷരങ്ങളെ കൊണ്ട് വാക്കുകൾ ഉണ്ടാക്കുക. 3 വാക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നരഹ, തപഹ, നയനം. അനന്തര അക്ഷരമാല സ്വരങ്ങളും വ്യഞ്ജനങ്ങളുമുണ്ട്. സ്വരങ്ങൾക്ക് സ്വരാഹ എന്ന് പറയും, വ്യഞ്ജനങ്ങൾക്ക് വ്യഞ്ജനാനി എന്ന് പറയും. സ്വരങ്ങൾ ഇവിടെ പറയട്ടെ. അ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, ള്, ഏ, ഐ, ഓ, ഔ, അം, അഹ. അടുത്തത് വ്യഞ്ജനങ്ങൾ. ക, ഖ, ഗ, ഘ, ങ, ച, ഛ, ജ, ഝ, ഞ, ട, ഠ, ഡ, ഢ, ണ, ത, ഥ, ദ, ധ, ന, പ, ഫ, ബ, ഭ, മ, യ, ര, ല, വ. അവിടെ 4 ഉള്ളൂ കേട്ടോ. ശ, ഷ, സ, ഹ. അതൊക്കെ ഓരോരോതാക്കിയിട്ട് ഗ്രൂപ്പാക്കി തിരിച്ചു വെച്ചതാണ്. അങ്ങനെ അതും കഴിഞ്ഞു. ഇനി നമുക്കിവിടെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ചെറിയ മക്കളാണെങ്കിലും പല കാര്യവും പഠിച്ചപ്പോൾ ചില അക്ഷരങ്ങൾ കുഞ്ഞു വിരൽ കൊണ്ട് എഴുതാൻ പഠിച്ചിട്ടുണ്ട്. എഴുതി നിങ്ങളെ കൈ ഇപ്പം തന്നെ ഒന്നും വേദനിക്കണ്ട, നിങ്ങളിപ്പോൾ പറഞ്ഞു പഠിച്ചാൽ മതി. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ പല കാര്യങ്ങളും പഠിച്ചു. ഇവിടെ കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം എന്താണ്? കർണികാരം. ഭാരതത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കമലം. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ചാതകഃ. ഭാരതത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മയൂരഃ. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം പനസം, ചക്ക. ഭാരതത്തിൻ്റെ ഔദ്യോഗിക ഫലം ആമ്രം, മാങ്ങ. കേരളത്തിൻ്റെ ഔദ്യോഗിക പശു അല്ലെങ്കിൽ മൃഗം ആന. ഭാരതത്തിൻ്റെ ഔദ്യോഗിക മൃഗം വ്യാഘ്രഃ. ഇങ്ങനെ ആർക്കും അറിയാത്ത പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു മക്കളെ. ഇവിടെ നമ്മുടെ ഈ 1-ാം ക്ലാസ്സിലെ പാഠഭാഗം സമാപിക്കുകയാണ്. എല്ലാവരും കാര്യങ്ങളൊക്കെ നല്ലോണം മനസ്സിലാക്കുക. ഇവിടെ ഒന്നാമത് പറയുന്നത് ചിത്രങ്ങൾ ശേഖരിക്കുക. അത് നല്ല വൃത്തിയുള്ള ഒരു പുസ്തകത്തിൽ ഒരു പേജിൽ 1 അല്ലെങ്കിൽ ഒരു പേജിൻ്റെ പകുതി എടുത്തിട്ട് ഒരു ചിത്രം ഒട്ടിക്കുക. അതിൻ്റെ ബാക്കി പകുതിയിൽ വേറൊരു ചിത്രം ഒട്ടിക്കുക. അങ്ങനെ അനേകം ചിത്രങ്ങളുള്ള ഒരു ചിത്ര പുസ്തകം നിങ്ങൾക്ക് ഉണ്ടായിത്തീരും. അതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള
കാര്യം. അപ്പോൾ ഇവിടെ 1-ാം ക്ലാസ്സിൻ്റെ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും നല്ലവണ്ണം പഠിക്കുക. എല്ലാവർക്കും ടീച്ചറുടെ വിജയാശംസകൾ. നമസ്തേ.